വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും യേശുനാമത്തിൽ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുക എന്നതാണ്. റോമ 12-ാമത്തെ അധ്യായം 11-ാമത്തെ വചനമാണ്. വചനം ഇങ്ങനെ തന്നെ പറയുന്നു: തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. കഴിഞ്ഞ വർഷം ഒരു യുവാവ് കൗൺസിലിങ്ങിനായി വരികയുണ്ടായി. വന്നതിൻ്റെ കാരണം ഇതാണ്: വളരെയേറെ അഭിഷേകത്തിലും പ്രാർത്ഥനാരൂപിയിലും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ആ യുവാവിന് കഴിഞ്ഞ 2-3 മാസങ്ങളായി അത്രയേറെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നില്ല. തീക്ഷ്ണമായിട്ട് പ്രവർത്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഏറെ സന്തോഷത്തോടും കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിന്ന് വളരെയേറെ ഫലം പുറപ്പെടുവിച്ചിരുന്ന വ്യക്തിക്ക് 2-3 മാസങ്ങളായി പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കുറേ സമയം സംസാരിച്ചു, ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചു, എന്നിട്ടേറെ പ്രാർത്ഥനയോടെ ആത്മീയമായിട്ടുള്ള ഒരു കൗൺസിലിങ്ങിന് ഇരിക്കുകയായിരുന്നു. ഈ യുവാവുമായിട്ട് സംസാരിച്ചപ്പോൾ ആദ്യമൊന്നും കാരണം എന്താണെന്നൊന്നും പിടികിട്ടിയില്ല. പക്ഷേ കുറേ സമയം സംസാരത്തിന് ശേഷം, ഏകദേശം 1 മണിക്കൂർ സംസാരത്തിന് ശേഷം, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഞാൻ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചു: ശരി, കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കട്ടെ, പക്ഷേ കൂട്ടുകെട്ട് എങ്ങനെ പോകുന്നു? അപ്പം തീർച്ചയായും കോളേജിൽ പഠിക്കുന്ന ഈ യുവാവ് ജോലിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടും കൂടെ ഇരിപ്പുണ്ട്. ഒരുപാട് ആത്മാക്കളെ രക്ഷിച്ച് ഈശോയുടെ കയ്യിലേക്ക് കൊണ്ടുകൊടുക്കുന്ന ഈ യുവാവിനോട് ഈ ചോദ്യം ചോദിച്ച ഉടനെ ഒരു നിമിഷം ഒന്നും മിണ്ടാതിരുന്നതിന് ശേഷം യുവാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങോട്ട് ചോദിച്ചു: കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കൂട്ടുകെട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പയ്യൻ എന്നോട് പറയാണ്: മാഡത്തിന് അറിയാമല്ലോ, ഞാൻ ഒത്തിരി യൂത്തിനെ കർത്താവിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വരികയായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു: തീർച്ചയായും എനിക്കറിയാം, അങ്ങനെയാണല്ലോ നമ്മൾ തമ്മിൽ പരിചയപ്പെടാനും ഇടയായത്. ഇപ്പം എങ്ങനെ പോകുന്നു? അപ്പോൾ പറഞ്ഞു: കോളേജിലെ ഒരു സുഹൃത്ത്, അതൊരു പെൺകുട്ടിയാണ്, വേറെ വേണ്ടാത്ത യാതൊരു രീതിയിലുള്ള ബന്ധവും ഇവർ തമ്മിലില്ല. തെറ്റായ ഒരു വിശ്വാസ സംഹിതയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി യുവാവ് നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് ഈ യുവാവിന് കൂടെ തീക്ഷ്ണമായിട്ട് വിശ്വാസവും പ്രാർത്ഥനയും ഇല്ലാതായത്. ആ പെൺകുട്ടിയെ ഒരു പരിധിവരെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഈ പയ്യന് സാധിക്കുകയും ഉണ്ടായി. എന്നാൽ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദത്തിന് ഇടയായപ്പോൾ ചെറിയൊരു സംശയം യുവാവിൻ്റെ ഉള്ളിൽ ഉടലെടുക്കുകയും അതേപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും, ആശയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു പ്രത്യേക ആശയത്തെ ചൊല്ലി ഉള്ള ഒരു സംവാദമാണ് അല്പമെങ്കിലും സംശയത്തിലേക്ക് ഈ യുവാവിനെ നയിക്കുകയും അതേ തുടർന്ന് പ്രാർത്ഥനാ ജീവിതം അല്പമൊന്ന് മങ്ങലേറ്റതായിട്ട് തോന്നുകയും ചെയ്തത്. നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന അതേ തീഷ്ണതയോടെ പ്രവർത്തിക്കാൻ യുവാവിന് ആയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു 1/2 മണിക്കൂർ
വചനങ്ങളിലൂടെ കടന്നു പോവുകയും തീർച്ചയായും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള സൗഹൃദങ്ങളും സംസർഗവും ദോഷമായിട്ട് ബാധിക്കാം എന്നുള്ള കാര്യം അത്ഭുതകരമായി പരിശുദ്ധാത്മാവ് പറഞ്ഞു തരികയും ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഈ ഒരു വചന ശുശ്രൂഷ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം. നമുക്ക് ഒരല്പം ആത്മീയമായി ഇതിലേക്ക് കടക്കാം. ദൈവം ഒരുപാട് പേരെ ദൈവത്തിലേക്ക് ആനയിക്കാനുള്ള ഉപകരണങ്ങളായി നമ്മെ എല്ലാവരെയും, അത് ഏത് ജോലിയിൽപ്പെട്ടവരാകട്ടെ, ഉപയോഗിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമുക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം പിന്നെ അങ്ങോട്ടുള്ള സഞ്ചാരം എന്ന് ആത്മീയമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഏതാനും വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ആദ്യം അന്ന് കിട്ടിയ വചനങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒരു വചനമാണ് 1 കോറിന്തോസ് 15:33. 1 കോറിന്തോസ് 15:33 ഇങ്ങനെ പറയുന്നു: അധമമായ സംസർഗം സദാചാരങ്ങളെ ദൂഷിപ്പിക്കും. മറ്റൊരാളെ നേടാൻ വേണ്ടിയിട്ടായിരിക്കും നാം ചെയ്യാറുള്ളത്. പക്ഷേ ആ സംസർഗം ദൈവത്തിൻ്റെ അരൂപിയിലൂടെ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ തന്നെ സദാചാരത്തെ അത് ദൂഷിപ്പിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. വീണ്ടും നമുക്കൊരു വചനം കൂടെ നോക്കാം. സഭാപ്രസംഗന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ചത്ത ഈച്ച പരിമള ദ്രവ്യത്തിൽ സുഗന്ധം കലർത്തുന്നു. നമ്മുടെ വിശ്വാസ ജീവിതവും നമ്മുടെ പ്രവൃത്തികളുടെ ആ ഒരു ദൈവികതയും ഒക്കെ നഷ്ടപ്പെടാൻ ചില കാര്യങ്ങൾ കാരണമാകുന്നുണ്ട് എന്നതാണ് ഈ വചനങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്. നമുക്കറിയാം, പരിമളദ്രവ്യം എത്ര നല്ല സുഗന്ധം പരത്തുന്നതാണ്. പക്ഷെ അതിലൊരല്പം അഴുക്ക് കലർന്നാൽ, ചത്ത ഈച്ച എന്ന് ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്, അതിലൊരല്പം കലർപ്പ് ഉണ്ടായാൽ തീർച്ചയായിട്ടും സുഗന്ധദ്രവ്യത്തിൻ്റെ മൊത്തം സുഗന്ധത്തെ അത് നഷ്ടപ്പെടുത്താൻ ഒരു സാധ്യതയുണ്ട് എന്ന് വചനത്തിലൂടെ കർത്താവ് പറയുകയാണ്. ഇനി മറ്റൊരു വചനം നമുക്ക് നോക്കാം. 1 കോറിന്തോസ് 10:12. തീഷ്ണത കുറയുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു: ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. നാം എല്ലാവരും ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴിലാണ്. നാം നേടിയെടുത്തതല്ല ഇതൊന്നും, സകലതും ദാനമായി കിട്ടിയതാണ്. ആ ഒരു ചിന്തയോടെ ദൈവത്തോട് ചേർന്ന് നിന്ന്, ഞാനൊക്കെ ആണെങ്കിലും കൗൺസിലിങ്ങിന് കുറേ അധികം ഫോൺ കോളുകളും ആളുകളും ഒക്കെ നേരത്തെ വരാറുണ്ടായിരുന്നു. കർത്താവിനോട് ഒരു ആലോചന ചോദിച്ചിട്ട് മാത്രമേ ചില ആൾക്കാരോട് സംസാരിക്കുകയുള്ളൂ, കൗൺസിലിംഗ് കേസ് വരാറുള്ളൂ. ദൈവമേ, നിൻ്റെ ഇഷ്ടമാണെങ്കിൽ, നിനക്ക് ആഗ്രഹിക്കുന്നതും എനിക്ക് നന്മയ്ക്കായിട്ടുള്ളതും നീ എന്നിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കേസുകൾ മാത്രമേ ദൈവമേ എൻ്റെ അടുക്കൽ വരാവുള്ളേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ കൗൺസിലിങ്ങും ഞാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ വചനം നമുക്ക് വഴി വിളക്കാകട്ടെ. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. കർത്താവിൻ്റെ കൃപയോടെ വേറൊരാളെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടെ നാം പ്രവർത്തിക്കുമ്പോൾ, മറ്റൊരാൾക്ക് ദൈവത്തിലേക്ക് വഴി തുറന്നു കൊടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ, അത് ദൈവസഹായത്തോടെ ചെയ്യുന്നതായിരിക്കും എല്ലാം കൊണ്ടും നമുക്ക് നല്ലത്. വീണ്ടും 1 കോറിന്തോസ് 5:11 വചനത്തിലും ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. അധമമായ പ്രവൃത്തികൾ ചെയ്യുന്നവരോടുള്ള കുറേ ആൾക്കാരുടെ ലിസ്റ്റാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സംസർഗം പോലും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ വചനങ്ങളെല്ലാം നോക്കണം, നോക്കിയേ മതിയാവൂ. ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ കിട്ടിയ ചില വചനങ്ങളുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ പ്രവർത്തന മണ്ഡലം, നമ്മുടെ വിശ്വാസം, ഇതൊക്കെ ഏറ്റവും നല്ലത് തന്നെ ആയിരിക്കും. പക്ഷേ അതിൽ എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും നമ്മെ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതുമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടോ എന്നും, അത് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമുണ്ട് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതുമായിട്ടുള്ള ഏതാനും ചില വചനങ്ങളും കൂടെ നമുക്ക് തീർച്ചയായിട്ടും കടന്നു എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾക്ക് ഒരു വചനഭാഗത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 17, 18, 19 വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. 3-ാമത്തെ അധ്യായത്തിൽ
17, 18, 19 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദരിദ്രനും ദയനീയനും അന്ധനും നഗ്നനും ആണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭ്ര വസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീഷ്ണത ഉള്ളവനാവുക, അനുതപിക്കുക. നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, നാം പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വാസ ജീവിതം നന്നായിട്ട് പോകുന്നുണ്ട്, കർത്താവിനെ കുറിച്ച് അറിവുണ്ട്, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു. എന്നാൽ കർത്താവ് പറയുകയാണ്, നീ എത്രമാത്രം ഉന്നതനാണോ അത്രയും വിനീതനാവുക. നിനക്കെല്ലാം ഉണ്ട് എന്ന് നീ അഭിമാനിക്കുന്നു. എന്നാൽ കർത്താവ് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ്. നമുക്ക് എന്തെല്ലാം പോരായ്മകളുണ്ട് എന്ന് കർത്താവിനറിയാം. അതിനാൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഉത്കൃഷ്ടമായ വസ്ത്രവും ഉൾക്കാഴ്ച കർത്താവ് കാണുന്നത് പോലെ മറ്റുള്ളവരെ കാണാനും അതറിയാനും ഉള്ള അനുഗ്രഹത്തിനായി അഞ്ജനം കർത്താവിനോട് വാങ്ങുക. നികൃഷ്ടനും ദയനീയനും ദരിദ്രനുമായതിനാൽ വിലയേറിയ സ്വർണം കർത്താവിൽ നിന്ന് നാം കരസ്ഥമാക്കണം. അതുപോലെ തീഷ്ണതയുള്ളവനാവുക, അനുതപിക്കുക. നാം എത്രയേറെ പ്രാർത്ഥനാ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെട്ടു പോകുന്ന വ്യക്തിയാണെങ്കിലും കർത്താവിനോട് ചേർന്ന് നിന്ന്, കർത്താവെ ബലഹീനനാണ്, പാപിയാണ്, അയോഗ്യനാണ് എന്ന് ചോദിച്ച് കർത്താവിൻ്റെ കൃപകൾ കൈവശപ്പെടുത്തി മാത്രമേ നമ്മുടെ പ്രവർത്തന മേഖലയിലേക്ക് നാം കടന്നു പോകാൻ പാടുള്ളൂ എന്ന് ഈ വചനം നമ്മെ അനുശാസിക്കുകയാണ്. വീണ്ടും വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാൻ സാധിക്കും, നാം ഒരുപാട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്, ദൈവത്തിൻ്റെ കൃപകൾ നമ്മിലൂടെ ഒഴുകുന്നവരാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട വേറെ ഒരു വചനം കൂടെ ഇവിടെ പറയുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 19, 20 വചനങ്ങളാണ്. അതിൻ്റെ തലക്കെട്ട് തന്നെ പെർഗോമോസിലെ സഭയ്ക്ക് എന്നതാണ്. നമുക്കറിയാൻ സാധിക്കും, അതിൻ്റെ 13-ാമത്തെ വചനം, അതായത് 2-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: നീ എവിടെ വസിക്കുന്നു എന്ന് എനിക്കറിയാം. സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ, എങ്കിലും എൻ്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു. ഒരുപാട് പ്രലോഭനങ്ങളും തിന്മയുടെ ശക്തികളും കടന്നാക്രമണം നടത്തുന്ന ഒരു സ്ഥാനത്താണ് നമ്മുടെ വാസം എന്നതിനാൽ കർത്താവിൻ്റെ നാമം മുറുകെ പിടിക്കുന്നവരായ നമ്മെ കർത്താവ് കാണുക തന്നെ ചെയ്യുന്നുണ്ട്. വീണ്ടും ആ ഒരു അധ്യായത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ഉൾചിന്ത കൂടുതലായി വർഷിക്കപ്പെടുന്ന ഏതാനും വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു എന്ന് ശ്രദ്ധിക്കാം. വീണ്ടും ഇങ്ങനെ പറയുന്നു, 19-ാമത്തെ വചനം, 20-ാമത്തെ വചനം നമുക്കൊന്ന് നോക്കാം. നമുക്കിത് ആത്മശോധനയ്ക്കുള്ള വചനങ്ങൾ തന്നെയാണ്. ഏതെങ്കിലും ഭാഗത്ത് നമ്മളുടെ ബന്ധങ്ങളും നമ്മുടെ വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടും ഒക്കെ കറക്റ്റ് ചെയ്യപ്പെടാനുണ്ടോ എന്ന് കർത്താവ് വചനത്തിലൂടെ പറയുന്നതായിട്ട് അന്ന് അനുഭവപ്പെട്ടു. നമുക്കെല്ലാവർക്കും അത് ഏറെ പ്രയോജനപ്പെടും. അപ്പോൾ 2-ാമത്തെ അധ്യായം 19-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട്. പ്രവാചികയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്രയേറെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും ചില സഹിഷ്ണുത കാണിക്കുന്ന ബന്ധങ്ങൾ നമ്മെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയുമോ
തീഷ്ണതയില്ലാത്തവരാക്കി മാറ്റുമോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അവരെ മാനസാന്തരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നാം പ്രവർത്തിക്കുമ്പോൾ കർത്താവിൽ നിന്ന് പ്രാർത്ഥനയുടെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ സംരക്ഷണ ഉപകരണങ്ങളും കവചവും ധരിച്ചു വേണം ഇങ്ങനെയുള്ളവരോട് നാം കൂട്ടുകെട്ടിന് പോകുമ്പോൾ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ആശയങ്ങൾ നമ്മെ കീഴ്പ്പെടുത്താൻ ഒരിക്കലും നാം അനുവദിക്കരുത്. മറിച്ച് ദൈവത്തിൻ്റെ കൃപയോടെ ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം പ്രവർത്തിക്കാനുള്ള വലിയ ദൈവാനുഗ്രഹത്തിനായി തീഷ്ണതയോടെ നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്, എല്ലാം നല്ലത് തന്നെ, നിന്റെ വിശ്വാസവും പ്രവൃത്തിയും എല്ലാം ഞാൻ അറിയുന്നു, എങ്കിലും നിനക്കെതിരായി ഒന്ന് എനിക്ക് പറയാനുണ്ട്. ഇടയ്ക്ക് തീഷ്ണതയിൽ നിന്ന് അല്പം പുറകോട്ട് വരുമ്പോൾ കർത്താവ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു, ആദ്യ സ്നേഹം നീ ഉപേക്ഷിച്ചു, അതിനാൽ എവിടെ നിന്ന് അധപ്പതിച്ചു എന്ന് മനസ്സിലാക്കി തിരിച്ചു വരിക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതത്തിലും ഇതുപോലെ പരീക്ഷണങ്ങളുടെ കാലഘട്ടത്തിലൂടെ എല്ലാ വ്യക്തികളും കടന്നു പോകും എന്നതിൽ യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് എവിടാണ് നമുക്കൊരു പോരായ്മ സംഭവിച്ചത് എന്ന് ധ്യാനിച്ചാൽ തീർച്ചയായും ദൈവം അത് വെളിപ്പെടുത്തി തരിക തന്നെ ചെയ്യും. മറ്റൊരു സംഭവം കൂടെ ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു വിദ്യാർത്ഥിനി, ഏറെ നല്ല സ്വഭാവവും നല്ല പ്രാർത്ഥനാ ജീവിതവും നല്ല വിശ്വാസവും അതുപോലെ മറ്റുള്ളവരോടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കൊന്ന് തൊട്ടറിയാൻ സാധിക്കും. രോഗികളോടൊക്കെ എത്ര അലിവോടെയാണ് പെരുമാറുന്നത്. എപ്പോഴും നാം ഒരു പടി കൂടെ കടന്ന് ചിന്തിച്ച് നല്ല ഒരു പെൺകുട്ടി ഇങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ദിവസം എൻ്റെ അടുക്കൽ വന്ന് വളരെ കോൺഫിഡൻഷ്യലായി ഒരു കാര്യം ചോദിക്കുകയുണ്ടായി. മാഡം, എൻ്റെ അപ്പച്ചനാണ് വിശ്വാസത്തെ സംബന്ധിച്ചുള്ള തെറ്റായ ഒരു കാര്യം തുടർച്ചയായി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒരു കൺഫ്യൂഷൻ ബാധിച്ചിരിക്കുകയാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നും അവർ പറയുന്നതെല്ലാം അനുസരിക്കണമെന്നും അല്ലേ മാഡം? അപ്പം അപ്പച്ചനോട് എതിരായിട്ട് സംസാരിക്കുമ്പോഴെല്ലാം എനിക്ക് ഒരു കുറ്റബോധം തോന്നുകയാണ്, ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന്. എന്നാൽ സത്യദൈവ വിശ്വാസത്തിൽ നിന്ന് അല്പമൊന്ന് വ്യതിചലിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യയ ശാസ്ത്രത്തെക്കുറിച്ചാണ് അപ്പച്ചൻ ഈ മോളുമായി സംസാരിക്കാനിടയായത്. വളരെ അനുസരണശീലവും സൗമ്യ സ്വഭാവമുള്ള ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം ഒരു വലിയ കൺഫ്യൂഷനിലോട്ടാക്കുകയാണ്. എങ്ങനെയാണ് എതിര് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. വചനത്തിലൂടെ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ പുത്രനെയോ പുത്രിയെയോ കാളയെയോ കഴുതയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. തെറ്റായ വിശ്വാസ പ്രത്യയ ശാസ്ത്രത്തിലോട്ട് ആ പെൺകുട്ടിയുടെ മനസ്സിനെ നയിക്കത്തക്ക രീതിയിൽ സംസാരിക്കുന്ന പിതാവിനെ ബഹുമാനിക്കാതിരിക്കുന്നതും അനുസരിക്കാതിരിക്കുന്നതും തെറ്റല്ലേ എന്ന് ചോദിച്ച കൺഫ്യൂഷന് കർത്താവായിട്ട് പറഞ്ഞ ഉത്തരമാണ്, ആദ്യത്തെ കൽപ്പനയാണ് ബാക്കി എല്ലാ കൽപ്പനയെക്കാളും പ്രധാനം. ആദ്യത്തെ കൽപ്പന നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അതല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്നതാണ്. എല്ലാ കൽപ്പനകളും ഈ കൽപ്പനയ്ക്ക് താഴെയാണ് എന്ന് വരുന്നതിനാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെയോ കർത്താവിനോടുള്ള ബന്ധത്തെയോ എതിർക്കുന്ന എന്ത് തന്നെ ആയിക്കോട്ടെ, കർത്താവിനോട് ചേർന്ന് നിന്ന് ഇതേ പരീക്ഷണ കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഒരുപാട് വ്യക്തികൾ ബൈബിളിൽ നമുക്ക് അറിയാൻ സാധിക്കും. കർത്താവ് എന്താണ് പറയുന്നത് എന്നാണ് ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആത്മീയമായിട്ടുള്ള ജീവിതം കർത്താവുമായി ചേർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രലോഭനങ്ങളുണ്ടാകും എന്നതിൽ സംശയമില്ല. ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പല മേഖലകളിലും
കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവരും അഭിമുഖീകരിക്കുന്ന ഏതാനും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അനുഭവങ്ങളിലേക്കാണ് നാം ഇന്ന് കടന്നത്. തീർച്ചയായും ദൈവത്തോടുള്ള ബന്ധത്തിൽ കോംപ്രമൈസ് ഉണ്ടാവാൻ പാടില്ല. ആരെ രക്ഷിക്കാനാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും കർത്താവിന് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയിലോട്ടും നാം കടക്കാൻ പാടില്ല. ഈ വചനഭാഗത്തിൻ്റെ അവസാനം ആ പയ്യന് ഞാൻ വായിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് മുഖേന കൊടുത്ത ഒരു ഭാഗം നാം നോക്കുകയാണ്. 2 കോറിന്തോസ് 6-ാമത്തെ അധ്യായം 14 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ് നമുക്കുള്ളത്. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണ് ഉള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ഇനിയുള്ളത് ശ്രദ്ധിക്കുക. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം നമുക്ക് വഴികാട്ടിയാകട്ടെ. ഇതുപോലെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചിന്തകളിലും പ്രവൃത്തികളിലും ഏർപ്പെട്ടിരിക്കുന്ന മക്കളോട് കർത്താവ് അരുളി ചെയ്യുകയാണ്, തീർച്ചയായും നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള ജീവിതം നാം ജീവിക്കണം. എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും മറ്റൊന്നിനും നമ്മളെ ആകർഷിക്കാൻ ഇടയാകരുത്. കർത്താവ് പറയുന്ന എന്താണെന്ന് ശ്രദ്ധിച്ച് തിരുത്താനുള്ളത് തിരുത്തി ശക്തമായി കർത്താവിനോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവര്, ഇന്ന് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവര്, കർത്താവെ അങ്ങയോട് കൂടുതൽ ചേർന്ന് നിൽക്കാനും വരുന്ന പ്രലോഭനങ്ങളിലെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കി കിട്ടുവാനും കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കാനും കർത്താവിനോട് ചേർന്ന് നിന്ന് തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും ഇടയാക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഈ വചനഭാഗത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനെ കുറിച്ച് ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, എന്തെല്ലാം ഞങ്ങൾക്കുണ്ടെന്ന് കരുതിയാലും വചനത്തിലൂടെ അങ്ങ് പറഞ്ഞല്ലോ, അങ്ങയുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാതെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. കർത്താവെ, ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ അങ്ങ് പരിശോധിക്കണമേ. കർത്താവെ, ഞങ്ങൾ പോകുന്ന വഴി നല്ലതാണോ അല്ലയോ എന്ന് വിവേചിച്ചറിയാൻ വേണ്ട കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ഉപകരണങ്ങളാക്കി മാത്രം ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒത്തിരിയേറെ മക്കളെ അങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും കർത്താവെ ഞങ്ങളുടെ തീഷ്ണത കുറയാൻ ഇടയാക്കരുതേ. അനുതപിക്കാനും തീഷ്ണതയോടെ അങ്ങേക്ക് വേണ്ടി അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ശുശ്രൂഷ ചെയ്യാനും വേണ്ട കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. പലവിധ സംശയങ്ങളിലും ചിന്തകളിലും പെട്ടിരിക്കുന്ന മക്കൾക്ക് കർത്താവെ അങ്ങേ പരിശുദ്ധാത്മാവിനെ കൊടുക്കണമേ. അങ്ങയുടെ ജ്ഞാനവും ബുദ്ധിയും ചിന്തകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ, തീഷ്ണതയിൽ നിന്ന് അകന്നുപോയി മന്ദോഷണഗതിക്കാരായി ജീവിക്കുന്ന മക്കളെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, കരുണയുണ്ടാകണമേ. അങ്ങയുടെ മക്കളെ അങ്ങ് കൈവിടല്ലേ. അങ്ങ് അവരെ അങ്ങിലേക്ക് ചേർത്ത് നിർത്തണമേ. ദൈവമേ, പ്രലോഭനങ്ങളും ലോകത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളും ഒക്കെ വരുന്ന ആ സമയത്ത് ഈശോയെ പ്രാർത്ഥനയിൽ അങ്ങയോട് ചേർന്ന് നിൽക്കാനും അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് നീങ്ങാനും വേണ്ട കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് നിറയ്ക്കണമേ. അങ്ങ് അരുളി ചെയ്ത പോലെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ നോക്കിക്കൊള്ളട്ടെ. കർത്താവെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തം ജനമായി
അങ്ങേ സന്നിധിയിൽ എന്നേക്കും കാത്തു പരിപാലിക്കണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി ഈശോയോട് നിരന്തരമായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ